ഹലോ ഫ്രണ്ട്സ്, ഈ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും CRT ടിവിയിൽ ബോർഡ് മാറേണ്ടതായിട്ട് വരാറുണ്ട്. സ്പെയറിന്റെ അവൈലബിലിറ്റി കുറവുണ്ട്, അതല്ലെങ്കിൽ ബോർഡ് തുരുമ്പായി പോകുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് CRT ടിവിയിൽ ബോർഡ് മാറി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എങ്ങനെയാണ് CRT ടിവിയിൽ ഒരു ബോർഡ് ഫിക്സ് ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അത് തുടക്കക്കാർക്ക് വരെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് എല്ലാം വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒപ്പം ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് കിറ്റുകളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് സാധാ CRT ടിവിക്ക് വേണ്ടിയിട്ടുള്ള നോർമൽ കിറ്റാണിത്. അടുത്തത് ഇത് അൾട്രാ സ്ലിമിനും 29 വരെ ഉള്ള ഇഞ്ച് വരെയുള്ള ടിവികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കിറ്റാണ് ഇത്. ഞാൻ ഈ രണ്ട് കിറ്റ് എന്ന് പറഞ്ഞത് ബ്രാൻഡ് അല്ല, രണ്ട് ടൈപ്പ് കിറ്റുകളാണിത്. ഇത് നോർമൽ CRT, ഇത് അൾട്രാ സ്ലിം. അപ്പൊ ഞാൻ ഈ കിറ്റുകൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് അൾട്രാ സ്ലിമിന് വരുന്ന കിറ്റ്. ഇതിനകത്ത് പിന്നാമ്പ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ടാവും. അതാണിത് അൾട്രാ സ്ലിമിന്റെ. ഇവിടെ പിന്നാമ്പ് എന്ന് പറഞ്ഞൊരു സെഷനോട് ഇതിനകത്ത് അഡീഷണൽ ആയിട്ടുണ്ട് ഈ ബോർഡിൽ. ഈ കിറ്റിന്റെ കൂടെ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ റിമോട്ടിന്റെ സെൻസറും പവർ ലൈറ്റും വരുന്നത് ഈ ഒരു പോർഷനാണ്. ഇത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ടിവിയുടെ പുറത്ത് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ടിവിക്ക് റിമോട്ട്, ഇത് അതിൽ നമുക്ക് കണക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വയറുകളാണിത്. ഇതാണ് ഈ ഇത് കോമൺ ആയിട്ട് ഈ രണ്ട് സെറ്റിനകത്തും ഒരുപോലെ തന്നെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് നോർമൽ CRTയുടെ കിറ്റ് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് നോർമൽ കിറ്റ്. ഇതിനകത്ത് ആ പിന്നാമ്പ് എന്ന് പറഞ്ഞ ആ സെഷൻ ഇല്ല. ഇതാണ്ട് വെർട്ടിക്കലും നമ്മുടെ എച്ച് തൊട്ട് മാത്രമേ ഇതിനകത്ത്, വെർട്ടിക്കലും എച്ച് തൊട്ട് മാത്രമേ ഇതിനകത്തുള്ളൂ. ആ പിന്നാമ്പ് എന്ന് പറഞ്ഞുള്ള ഒരു സെഷൻ ഇതിനകത്ത് വരത്തില്ല. ഇത് നോർമൽ കിറ്റാണ്. അതിലും സെയിം അതുപോലെ തന്നെ റിമോട്ട്, ഫ്രണ്ട് പാനല്, ബാക്കി കോഡ് വയറും ബാക്കി കണക്ഷന് വേണ്ടിയിട്ടുള്ള വയറുകളുമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ കിറ്റിനകത്ത് നമ്മൾ കണക്ഷനുകൾ നോക്കുവാണെങ്കിൽ ഇത് പവറിന്റെ സോക്കറ്റാണ്. പവർ സോക്കറ്റ് ഇത് ഫ്യൂസിനടുത്തായിട്ട് വരും. അവിടെ ചിലപ്പോൾ മാർക്കിംഗ് ഉണ്ടാവില്ല, ഇല്ല ഇതിനകത്ത് മാർക്കിംഗ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ഫ്യൂസിനടുത്ത് നോക്കിയാൽ ഇതാണ് പവർ സോക്കറ്റായിട്ട് വരുന്നത്. ഈ ഡീഗാസറിന്റെ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ഡീഗാസിങ്ങിന് കൊടുക്കുന്ന ഓയിൽ കൊടുക്കാനുള്ള പോയിന്റാണിത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഡീഗാസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വയറും അതിനകത്ത് വരും. പക്ഷെ ഇതിനകത്ത് പവർ കൊടുക്കാൻ വേറെ സെപ്പറേറ്റ് വയർ വരുന്നില്ല. ഇപ്പൊ ഈ ഒരു ഒറ്റ വയറേ ഉള്ളൂ. അത് ഒന്നി പവറിന് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഡീഗാസിങ്ങിന് ഉപയോഗിക്കാം. ഈ രണ്ടിനും ഈ സോക്കറ്റ് ഓക്കെയാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇത് നമ്മുടെ ഫ്രണ്ട് പാനലിലേക്ക് പോകുന്ന, അതായത് നമ്മുടെ ഈ സെൻസറും ലൈറ്റും ഒക്കെ വരുന്ന ഈ പോർഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റാണിത്. ഇതിവിടെ നമ്മൾ കണക്ട് ചെയ്യണം. അതുപോലെ അതിലെ സ്വിച്ചുകളുടെ കണക്ഷൻ സെപ്പറേറ്റ് ആണ്. അത് ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള പോയിന്റ്. ഇത് വരുന്നത് ആഡിയോ, ഇതും ആഡിയോ. ഇത് സ്റ്റീരിയോ തന്നെയാണ്. ഈ വലിയ ബോർഡാണെങ്കിൽ ഇത് സ്റ്റീരിയോ തന്നെയാണ് ആഡിയോ വരുന്നത്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ഈ നോർമൽ കിറ്റിൽ സിംഗിൾ IC മോണോ ആയിരിക്കും. രണ്ട് സോക്കറ്റ് ഉണ്ടാവും, പക്ഷെ രണ്ട് സോക്കറ്റും ഒറ്റ ICയുടെ ഈ ICയുടെ ഒരു പോയിന്റ് തന്നെ ആയിരിക്കും. ഇത് സ്റ്റീരിയോ ആവില്ല, മോണോ ആയിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് ആഡിയോ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ യോക്കിന്റെ കണക്ഷൻ, ഇതാണ് നമ്മുടെ യോക്കിന്റെ കണക്ഷൻ കൊടുക്കാനുള്ള പോയിന്റുകൾ. ഇത് AV ആണ്, AV ഔട്ട്.
AV ഔട്ടും ഇതിൽ ഒരെണ്ണം AV ഇൻപുട്ടായിട്ടും വരും. 2 ഔട്ടും 1 ഇന്നും ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ അൾട്രാ സ്ലിമിന്റെ കിറ്റ് തന്നെ ഒരു TV-യിൽ ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ഈ കിറ്റിന്റെ കൂടെ വരുന്ന ഈ വയറുകളുടെ കൂട്ടത്തിൽ നമുക്ക് കുറച്ചധികം വയറുകളുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഇത്രയും വയർ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് യോക്കിന്റെ കണക്ഷന് വേണ്ടിയിട്ടുള്ള കേബിളാണ്. ഇത് ഞാൻ ആദ്യമേ നിങ്ങളടുത്ത് പറഞ്ഞു, ഒന്നീ നമുക്ക് പവറിന് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഡീഗാസിംഗ് ഓയിൽ കൊടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ ഇത് AV ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടോ ഇന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 3 കേബിളാണ് ഇത്. അതായത് നമ്മുടെ TV-യുടെ ഈ പോർഷനിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ 3 കേബിള്. അടുത്ത് ഈ 2 കേബിള്, ഇത് നമ്മൾ സ്പീക്കർ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 പിന്നുള്ള ഈ സോക്കറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒനീഡയുടെ ഒരു അൾട്രാ സ്ലിമിന്റെ ട്യൂബിനകത്താണ് ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈ സോക്കറ്റ് നമ്മുടെ പുതിയ ബോർഡിനകത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് പുതിയ വയറ് നമ്മൾ ഈ സ്പീക്കർ ലൈന് കൊടുക്കണം. സ്പീക്കറിന്റെ പഴയ വയറുകൾ നമ്മൾ ഒഴിവാക്കി. ഇപ്പോൾ നമ്മൾ രണ്ട് സ്പീക്കർ വയറുകളും കൊടുത്തു. ഇനി നമുക്ക് വരുന്നത് യോക്കിന്റെ കണക്ഷനാണ്. ഇത് ഹൊറിസോണ്ടൽ യോക്സിന്റെ സെക്ഷനും ഇത് വെർട്ടിക്കലുമാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് ജോയിന്റ് ചെയ്ത് കൊടുക്കാം, അതല്ല ഇവിടെ നമുക്ക് ഇളക്കി സോൾഡർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ സോൾഡർ ചെയ്തും കൊടുക്കാം. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. അതിന് നമ്മൾ ഈ കേബിളാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ചുമപ്പ് നമ്മുടെ ഈ ഹൊറിസോണ്ടൽ സൈഡിലെ ചുമപ്പിൽ കൊടുക്കുക. നീല ഹൊറിസോണ്ടൽ സൈഡിലാണ് ഇത് രണ്ടും, ചുമപ്പും നീലയും. അതുപോലെ ഇത് രണ്ടും വെർട്ടിക്കല്, അത് നമ്മുടെ ഈ വെർട്ടിക്കൽ സൈഡിൽ കണക്ഷൻ കൊടുക്കുക. ഇൻ കേസ് പടം തലതിരിഞ്ഞാണെങ്കിൽ നമ്മൾ ഈ കണക്ഷൻ തിരിച്ച് മാറ്റി കൊടുക്കുക. 2 വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക. അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ കളർ ഇവിടെ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ കളർ വ്യത്യാസമായിരിക്കും, പല TVക്കും പല കളറായിരിക്കും. പടം തലതിരിഞ്ഞാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മാത്രം ഈ വയറുകൾ നമ്മൾ കൊടുക്കുന്നതെന്ന് ഓപ്പോസിറ്റ് തിരിച്ച് അടുത്ത വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഹൊറിസോണ്ടൽ സൈഡ് വെർട്ടിക്കൽ സൈഡ് 2 നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ ഡീഗാസർ നമുക്കിത് പറ്റില്ല. അതുകൊണ്ട് നമ്മളിത് വയർ കട്ട് ചെയ്തിട്ട് നമ്മളൊരു സോക്കറ്റ് കൊടുക്കുന്നു. ഫ്രണ്ടിലൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ഈ സോക്കറ്റ് അകത്തോട്ട് എടുക്കണം. ഇത് നമ്മൾ പുറത്താണ് വെക്കുന്നത്, നമ്മുടെ റിമോട്ടിന്റെ കണക്ഷൻ. അതിന് നമ്മളിവിടെ ഫ്രണ്ടിൽ ഒരു ഹോൾ ഇട്ടിട്ട് ഇത് അകത്തേക്ക് എടുക്കണം. അപ്പോൾ ഇവിടെ ഈ സോക്കറ്റ് കയറത്തക്ക രീതിയിൽ നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ 2 വയർ നമ്മൾ അകത്തേക്ക് എടുക്കുന്നു. സ്വിച്ചിന്റെ കണക്ഷൻ നമുക്ക് കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിവിടെ ഫിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ വയറുകളെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്യാം ബോർഡ്. നമ്മൾ ബേസ് കണക്ട് ചെയ്തു. അതുപോലെ LOTയുടെ കണക്ഷൻ.
ഇനി നമ്മുടെ യോക്കിന്റെ കണക്ഷൻ. ഇത് നമ്മുടെ ഡീഗാസറിന് ഇത് നമുക്ക് ഫ്രണ്ട് പാനല് ഇനി നമുക്ക് 2 സ്പീക്കറിന്റെ കണക്ഷൻ. ഇനി നമുക്കൊരു AC കോഡും കൂടി കണക്ഷൻ ചെയ്യണം. ഇതുപോലെ സോക്കറ്റ് ഉള്ള ഒരു AV കോഡ് കൂടെ നമുക്ക് എടുക്കണം. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നമ്മൾ ഈ ഡീഗാസറിന് കൊടുത്ത ഇതെടുത്ത് AC കൊടുത്തിട്ട് ഈ ഡീഗാസിങ് കോയിലിൻ്റെ 2 ലെഗ് നമ്മളിവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാലും മതി. നമ്മൾ AC സോൾഡർ ചെയ്യുന്നതിനെക്കാട്ടിയും സേഫ് ആണ് ഈ ഡീഗാസിങ്ങിൻ്റെ ഈ 2 പോയിന്റ് സോൾഡർ ചെയ്ത് കൊടുത്താൽ. അതുകൊണ്ട് ഈ പിന്നെ AC ഉപയോഗിച്ചിട്ട് മറ്റേ ഡീഗാസിൻ്റെ പോയിന്റ് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ AC കോഡ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എർത്തിൻ്റെ വയർ കൊടുക്കാൻ മറന്നു പോകരുത്. എർത്ത് കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് ബേസിൽ കൊടുക്കണം. എർത്തിൻ്റെ വയറും നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർവീസ് മോഡിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് TV തിരിച്ചു വെച്ചത് ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് TV ഒന്ന് ഓൺ ചെയ്യാം. സ്റ്റാൻഡ് ബൈ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്ക്രീൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ചെറുതാണ്. ഇത് നമുക്ക് സർവീസ് മോഡിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ മെനു നോക്കുകയാണെങ്കിൽ സ്ക്രീൻ തലതിരിഞ്ഞാണ് നമുക്ക് വന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റിലെ പറഞ്ഞിട്ടുണ്ട്, വെർട്ടിക്കലിൻ്റെ 2 വയറുകൾ നമ്മൾ തിരിച്ച് മാറ്റി കൊടുക്കണം. മാറ്റി കൊടുത്താൽ മാത്രമേ ഇത് പടം തിരിഞ്ഞു വരൂ. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാനത് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ AV നമുക്ക് മേളിലാണ് വന്നത്. ഇനി നമ്മൾ സർവീസ് മോഡ് ഓപ്പൺ ചെയ്യണം. സർവീസ് മോഡ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ റിമോട്ടിൽ ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോളിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ സർവീസ് മോഡ് ഓപ്പൺ ആവും. ഫാക്ടറിയിൽ നിന്ന് വന്നു. ഒന്നുകൂടെ പ്രസ് ചെയ്യുക. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ F0 ഫസ്റ്റ് മെനു ആണ്. F0 പേജ് ഫസ്റ്റ് ആണ്. RC GC BC. ഇതിനകത്ത് നമ്മൾ ഇനിയിപ്പോൾ എടുത്തേണ്ടത് നമ്മുടെ പാരാബോള സെറ്റിങ്സ് ആണ്. ഇനി നമ്മൾ റിമോട്ടിൽ 1, 2 അടിക്കുന്ന അനുസരിച്ച് ഈ പേജുകൾ മാറും. ഇപ്പം നമ്മുടെ F2 രണ്ടാമത്തെ പേജിൽ ഹൊറിസോണ്ടൽ വിഡ്ത്ത് പാരാബോള. നമ്മൾ ഈ പാരാബോളയാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനനുസരിച്ച് നമ്മുടെ പടം 3 വരും. ഇത് കുറയുന്നതനുസരിച്ച് നമ്മുടെ പടം ലെവലായി വന്നിട്ടുണ്ട്. ഇത് 0-ൽ വന്നപ്പോൾ അവിടെ പടം ഏകദേശം ലെവലായിട്ടുണ്ട്. ഇനി നമ്മൾ ഹൊറിസോണ്ടൽ വിഡ്ത്ത് നമുക്ക് കൂട്ടാം. 54. അത് നമ്മുടെ TVയുടെ എഡ്ജ് അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുക. ഇനി അതുപോലെ പടം കൊടുത്തിട്ട് ടോപ്പ് ബോട്ടം ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
അതുപോലെ ഇപ്പം നമുക്ക് സ്ക്രീൻ കൂടുതലാണ്. നമ്മുടെ LOT സ്ക്രീൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. റീട്രേസ് ലൈൻ വരികയാണെങ്കിൽ സ്ക്രീൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ ഫോക്കസും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു പടം കൊടുത്തിട്ട് നമുക്ക് നോക്കാം. ഈ മെനു എക്സിറ്റ് ആവാൻ വീണ്ടും നമ്മൾ ഈ സർവീസ് മോഡ് ഓപ്പൺ ചെയ്തതുപോലെ ഇതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ സർവീസ് മോഡും ക്ലോസ് ആയി പോകും. സർവീസ് മോഡ് ക്ലോസ് ആയി പോയിട്ടുണ്ട്. ഇനി നമുക്കൊരു പടം കൊടുക്കണം. അൾട്രാസിമിൻ്റെ കിറ്റിൽ AV കൊടുക്കാനായിട്ട് ഇതുപോലുള്ള AV സോക്കറ്റുകൾ നമുക്ക് വരത്തില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പഴയ ഇതിനിരുന്ന ബോഡിയിൽ നിന്ന് തന്നെ ഇതുപോലൊരു സോക്കറ്റ് എണ്ണം ഇളക്കിയെടുക്കും. അപ്പോൾ ഈ അൾട്രാസ്ലിമിൻ്റെ സോക്കറ്റിനകത്ത് വരുന്നത് ഈ സൈഡ്, ഈ നീലയല്ല, ഈ ഇപ്പുറത്തെ സൈഡിലെ വെള്ള ഫസ്റ്റ് വരുന്നത് ഗ്രൗണ്ട്, അത് കഴിഞ്ഞ് വീഡിയോ, അത് കഴിഞ്ഞ് ഈ നീലയും അതിനടുത്ത് 2 ആഡിയോയാണ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ നമ്മളത് ഈ AVയിൽ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലെ കണക്ഷൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പടം കൊടുക്കാം. അപ്പോൾ നമ്മൾ TV ഓൺ ചെയ്ത് നമുക്ക് സ്ക്രീനിൽ പിക്ചർ വന്നിട്ടുണ്ട്, സൗണ്ടും വന്നിട്ടുണ്ട്. ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തേക്കാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ്. ഇനി നമ്മുടെ നോർമൽ TVയിൽ കിറ്റ് വെക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്തൊരു ഇട്ടേക്കാം. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ഇതിൻ്റെ ഫോക്കസും സ്ക്രീനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തോണം. ഇപ്പം ഞാൻ അത് മെനു എടുത്തിട്ട് ബ്രൈറ്റ്നസ്സോ കളറോ ഒക്കെ ഉണ്ടെങ്കിൽ, മെനുവിൽ ബ്രൈറ്റ്നസ്സോ കളറോ ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.